ഒരു ഹോളിവുഡ് സ്പൈ ത്രില്ലർ സിനിമയെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള അതീവ രഹസ്യമായ ഒരു എസ്കേപ്പ് ഓപ്പറേഷന്റെ കഥയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കഥാപാത്രം മറ്റാരുമല്ല, സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തുർക്കിയിലെ അങ്കാറയിൽ വെച്ച് നടന്ന നേറ്റോ ഉച്ചകോടിക്ക് ശേഷം ബ്രിട്ടനിലേക്ക് മടങ്ങാൻ തുനിഞ്ഞ ട്രംപിന് നേരെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ കടുത്ത വധഭീഷണിയുണ്ട് എന്ന രഹസ്യാന്വേഷണ വിവരം ലഭിക്കുന്നു. തുടർന്ന് നടന്നത് വൻ നാടകീയ രംഗങ്ങൾ. ക്യാമറകൾക്ക് മുന്നിൽ ഗാംഭീര്യത്തോടെ എയർഫോഴ്സ് 1 വിമാനത്തിലേക്ക് കയറിയ ട്രംപ് മിനിറ്റുകൾക്കകം വിമാനത്തിന്റെ പിൻഭാഗത്തുള്ള ഒരു ഫുഡ് കേറ്ററിംഗ് ട്രക്കിൽ ഒളിച്ച് ആരും അറിയാതെ മറ്റൊരു ചെറിയ സൈനിക വിമാനത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. മാധ്യമപ്രവർത്തകരെയും ചില വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരെയും പോലും പറ്റിച്ചുകൊണ്ട് സീക്രട്ട് സർവീസ് നടത്തിയ ഈ ഡിക്കോയ് ഓപ്പറേഷന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് അങ്കാറയിൽ സംഭവിച്ചത്? വധഭീഷണിയുടെ ഉറവിടം എവിടെ നിന്നായിരുന്നു? നോക്കാം. സംഭവം നടക്കുന്നത് ജൂലൈ 8-നാണ്. തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ നടന്ന നേറ്റോ സമ്മിറ്റിൽ പങ്കെടുത്ത ശേഷം ട്രംപിന് ബ്രിട്ടനിലെ RAF മിൽഡൻ ഹാൾ എയർബേസിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. ഇതിനായിട്ട് അങ്കാറ എയർപോർട്ടിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഐക്കോണിക് ബ്ലൂ വിമാനമായ എയർഫോഴ്സ് 1 തയ്യാറായി നിർത്തിയിട്ടുണ്ടായിരുന്നു. മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വെച്ച് ട്രംപ് വിമാനത്തിന്റെ പടവുകൾ കയറി ആകാശത്തേക്ക് കൈവീശി കാണിച്ച് വിമാനത്തിനുള്ളിലേക്ക് കടന്നു. പുറത്തു നിന്ന് നോക്കുന്ന ഏതൊരാളും വിചാരിക്കും ട്രംപ് ആ വിമാനത്തിലിരുന്ന് യാത്ര ചെയ്യുകയാണ് എന്ന്. സാധാരണ പോലെ ജേർണലിസ്റ്റും അനുഗമിക്കുന്ന ജീവനക്കാരും വിമാനത്തിനുള്ളിൽ കയറിയിരുന്നു. എന്നാൽ വിമാനത്തിനുള്ളിൽ ട്രംപ് കയറിയതിനു ശേഷം കഥയാകെ മാറി. അടുത്തിടെ ദി വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമുള്ളത്. ക്യാമറകൾക്ക് മുന്നിൽ എയർഫോഴ്സ് 1-ൽ കയറിയ ട്രംപ് വിമാനത്തിനുള്ളിൽ എത്തിയ ഉടൻ തന്നെ വിമാനത്തിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ ഘടിപ്പിച്ചിരുന്ന ഒരു ഹൈ ലിഫ്റ്റ് കേറ്ററിംഗ് കണ്ടെയ്നറിലേക്ക് രഹസ്യമായിട്ട് പ്രവേശിക്കുകയാണ് ഉണ്ടായത്. ഈ കേറ്ററിംഗ് ട്രക്ക് റൺവേയിലൂടെ ഓടി എയർപോർട്ടിന്റെ മറ്റൊരു കോണിൽ അതീവ രഹസ്യമായി നിർത്തിയിട്ടിരുന്ന അമേരിക്കൻ എയർഫോഴ്സിന്റെ ചെറിയ C-32A സൈനിക വിമാനത്തിന് അരികിലേക്ക് ട്രംപിനെ എത്തിച്ചു. അതേസമയം വലിയ എയർഫോഴ്സ് 1 വിമാനം ട്രംപ് അതിനുള്ളിൽ ഉണ്ട് എന്ന തരത്തിൽ സാധാരണ പോലെ ടേക്ക് ഓഫ് ചെയ്ത് ബ്രിട്ടനിലേക്ക് പറന്നു. അപ്പോഴും വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരും വൈറ്റ് ഹൗസ് സ്റ്റാഫും കരുതിയത് ട്രംപ് മുൻവശത്തെ VIP ക്യാബിനിൽ ഉണ്ട് എന്നാണ്. സിനിമാറ്റിക് എന്ന് വിശേഷിപ്പിക്കേണ്ട ഒരു പക്കാ ഡെക്കോയ് പ്ലാനാണ്. ഇനി എന്തുകൊണ്ടാണ് അമേരിക്കൻ സീക്രട്ട് സർവീസിന് ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടി വന്നത് എന്ന് പരിശോധിക്കാം. ഒന്ന്, ഇറാന്റെ ക്രമവിരുദ്ധമായ വധഭീഷണി. തുർക്കി എന്നത് ഇറാന്റെ തൊട്ടടുത്തുള്ള അയൽ രാജ്യമാണ്. ഉച്ചകോടിക്കിടെ ഇറാൻ അനുകൂല പ്രോക്സി ശക്തികൾ ട്രംപിന്റെ വിമാനത്തിന് നേരെ ഒരു മിസൈൽ ആക്രമണത്തിന് പദ്ധതി ഇടുന്നുണ്ട് എന്ന കൃത്യമായ ഇന്റലിജൻസ് വിവരം അമേരിക്കയ്ക്ക് ലഭിച്ചിരുന്നു. 2, ഖത്തർ നൽകിയ പുതിയ വിമാനത്തിന്റെ പ്രശ്നമുണ്ട്. ട്രംപ് അങ്കാറയിലേക്ക് പറഞ്ഞത് ഖത്തർ രാജകുടുംബം നൽകിയ പുതിയ ബോയിങ് 7478 എന്ന ആഡംബര വിമാനത്തിലായിരുന്നു. എന്നാൽ വിമാനത്തിന്റെ അഡ്വാൻസ്ഡ് ആന്റി മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്ത് പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. ഇതോടെ ഈ വിമാനം മിസൈൽ ആക്രമണങ്ങൾക്ക് പെട്ടെന്ന് ഇരയാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ സീക്രട്ട് സർവീസ് ഉടൻ തന്നെ വിമാനം മാറാൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് പഴയ ഓർമ്മകൾ പുതുക്കാൻ ഞാൻ പഴയ എയർഫോഴ്സ് 1-ലേക്ക് മാറുന്നു എന്നായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നടന്നത് ഇറാന്റെ മിസൈൽ ഭീഷണിയിൽ നിന്നുള്ള രക്ഷപ്പെടലായിരുന്നുവെന്ന് പിന്നീട് ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ബ്രിട്ടനിലേക്കുള്ള വിമാനയാത്രയിൽ എയർഫോഴ്സ് 1-ൽ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരോട് വിമാനത്തിന്റെ വിൻഡോ ബ്ലൈൻഡ്സ് ഒക്കെ താഴ്ത്തിയിടാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഒരു യുദ്ധമേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഈ സുരക്ഷാ പ്രോട്ടോകോൾ കണ്ടപ്പോഴേ എന്തോ കുഴപ്പമുണ്ട് എന്ന് മാധ്യമങ്ങൾ സംശയിച്ചിരുന്നു. ഇതിനു മുൻപ് ഇത്തരമൊരു സംഭവം നടക്കുന്നത് 2000-ൽ മാത്രമാണ്. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റനെ പാകിസ്ഥാനിൽ നിന്ന് സുരക്ഷിതമായിട്ട് മാറ്റാൻ സമാനമായ ഡെക്കോയ് വിമാനം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇറാന്റെയും അമേരിക്കയുടെയും സംഘർഷങ്ങൾ എത്രത്തോളം രൂക്ഷമായിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് അങ്കാറയിൽ നടന്ന ഈ നാടകീയ സംഭവങ്ങൾ. ഖത്തർ നൽകിയ പുതിയ വിമാനത്തിന്റെ സുരക്ഷാ പാളിച്ചകളും ഇറാന്റെ വധഭീഷണിയും ചേർന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ പോലും ഒരു കേറ്ററിംഗ് കണ്ടെയ്നറിലേക്ക് എത്തിച്ചു എന്നത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.